വാക്കാലുള്ള പ്രസ്താവന മാത്രമാണ് മന്ത്രി റോജി എം ജോൺ നടത്തിയതെന്ന് കുന്നത്തുനാട് മുൻ MLA PV ശ്രീനിജൻ. നിയമപരമായ ഒരു ഉറപ്പും സർക്കാർ നൽകിയിട്ടില്ല. അഭിഭാഷക കമ്മീഷൻ വന്നാൽ ശക്തമായി പ്രതിരോധിക്കുമെന്നും ശ്രീനിജൻ പറഞ്ഞു. അതിനൊരു ക്ലാരിറ്റി വരേണ്ടതായിട്ടുണ്ടെന്നാണ് അത് മന്ത്രിയുടെ പ്രസ്താവന കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. നാളെ അഭിഭാഷക കമ്മീഷൻ വരും. കമ്മീഷൻ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലല്ല. ഒരു ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കോടതിയുടെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരവുണ്ട്, പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ കോടതിക്ക് മുകളിലാണോ ഒരു മന്ത്രിയുടെ പ്രസ്താവന എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അതിലൊരു കൃത്യമായിട്ടൊരു ക്ലാരിറ്റി, കാരണം നാളെ പോലീസ് വരാതിരിക്കുന്ന ഒരു സാഹചര്യമില്ല, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിന്ന് കൃത്യമായിട്ട് നിർദ്ദേശം മുനിസിപ്പൽ കോടതിന് ഉണ്ടാകണം. അങ്ങനെ സോഫാർ അങ്ങനെ ഒരു നിർദ്ദേശമുള്ളതായിട്ട് മന്ത്രി പറഞ്ഞിട്ടില്ല. മന്ത്രി വാക്കാൽ പറഞ്ഞത് പോലീസ് വരില്ലെന്നാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഞങ്ങൾ സമരസമിതി അത് സംശയിക്കുന്നുണ്ട്. പോലീസ് വരാതിരിക്കാനുള്ളൊരു നിയമപരമായിട്ടുള്ള യാതൊരു നടപടികളും ഇതുവരെ എടുത്തിട്ടില്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മന്ത്രി തന്നെ പറഞ്ഞല്ലോ, അഭിഭാഷക കമ്മീഷൻ വരാം. അഭിഭാഷക കമ്മീഷൻ വരണമെങ്കിൽ കോടതി അതനുസരിച്ചുള്ള നിർദ്ദേശം, നിങ്ങളെല്ലാവരും ആ ഓർഡർ കൃത്യമായിട്ട് വായിച്ചതാണല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ട് ഇന്ന് ഹൈക്കോടതിയിലൊരു നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഈ കേസ് കേൾക്കുന്നത് വരെ മറ്റു നടപടികളൊക്കെ നിർത്തിവെച്ച് ഇന്ന് ടുഡേ മൂവിയായിരുന്നു. ഇന്ന് അതെല്ലാം അങ്ങനെ എത്ര ഇടപെടലുകൾ നടത്താമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഇടപെടലും വാക്കാലുള്ളൊരു പ്രസ്താവനയല്ലാതെ നിയമപരമായിട്ട് അത് എത്രത്തോളം പോകുമെന്ന് നിങ്ങളൊന്ന് നിയമപരമായിട്ടൊന്ന് ആലോചിക്കുക.